ഇന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി മുട്ട റോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കാൻ തീരുമാനിച്ച. പത്തിരിയൊക്കെ നന്നായിട്ട് പൊടി വാട്ടിയിട്ട് ചൂടാറായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. കോഴിമുട്ട അതേപോലെ ഞാൻ കുക്കറിലിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അമ്മ സവാള വഴറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിവിടെ പത്തിരി റെഡിയാക്കുന്നുണ്ട്, അമ്മ അവിടെ മുട്ട റോസ്റ്റ് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. രാവിലെ ഒരു നേരം തന്നെയാണ്, ഭയങ്കര തിരക്കുമായിരിക്കും, എല്ലാവർക്കും ജോലിക്ക് പോകാനുള്ളതല്ലേ. അമ്മുകുട്ടി പോകുന്നതിൻ്റെ മുന്നേ നല്ല ഊഞ്ഞാലാട്ടത്തിലാണ്. അച്ഛൻ പറഞ്ഞ് വൈതാല നടന്നിട്ട് കെട്ടി കൊടുത്തിട്ട് ഈ ഊഞ്ഞാൽ. അത് കഴിഞ്ഞ് അമ്മുകുട്ടിക്ക് പോകാനായിട്ട് അവളെ കൊണ്ടാക്കുന്ന ഇന്ന് ഞാനാണ് കേട്ടോ. അങ്ങനെ അവൾ മുടി മുറിച്ച് സങ്കടത്തിലാണ്. പക്ഷെ എന്നാലും അവൾക്ക് ഈ ഒരു പ്രായത്തിൽ ഈ ഒരു മുടിയായിട്ട് നന്നായിട്ടുണ്ടാവുക. അപ്പോൾ വണ്ടി പോയി, അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. ഇന്ന് നമുക്ക് അയില കേട്ടോ കറി വെക്കാനായിട്ട്. അത് കഴിഞ്ഞ് ആവോലി ഉണ്ടായിരുന്നു. അപ്പോൾ അയില തേങ്ങ അരയ്ക്കാനും ആവോലി പൊരിക്കാനും വേണ്ടിച്ചിട്ടുണ്ടായിരുന്നേ. ആവോലിയിൽ നല്ല മഞ്ഞളും ഉപ്പും മുളകും അതുപോലെ തന്നെ കായൊക്കെ ചേർത്ത് നന്നായിട്ട് മസാല തേച്ച് ഫ്രിഡ്ജിലങ്ങ് വെച്ചിട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അയിലയിലേക്കുള്ള മസാലകളൊക്കെ ചേർത്ത് നന്നായി തിളപ്പിക്കാനായിട്ട് വെച്ചു. അയിലേൻ്റെ തല കൂടി എടുത്തത് കറക്കി പ്രത്യേക ഒരു ടേസ്റ്റ് ആട്ടോ. അതങ്ങ് കഴിയുമ്പോൾ തന്നെ ഞാനങ്ങ് ഒരു പൊടി പാസ്സാക്കി തിരിച്ചു വന്നിട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഫീഡ് ചെയ്യുന്ന അമ്മമാർക്കാണെങ്കിലും ഒരു ക്ഷീണത്തിനൊക്കെ നല്ലതാണ് ഈ കഞ്ഞിയിൽ തേങ്ങ ഇട്ട് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അച്ഛൻ പുറത്ത് നല്ല പണിയിലാണ്. അച്ഛൻ അങ്ങനെ ഒരു ഗ്ലാസ് അച്ഛനും കൂടി കൊടുക്കാൻ തീരുമാനിച്ചിട്ട് അങ്ങനെ തൊടിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴത്തേക്കും നല്ല തേങ്ങ ഒക്കെ അയിലേക്ക് കറിയിലേക്ക് അരച്ചിട്ടുണ്ടായി. അതായത് ചെറിയ ഉള്ളിയൊക്കെ വറുത്തിട്ട് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നല്ല ആവോലി ഫ്രൈയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. നാത്തും അതേപോലെ സോയാബീൻ വെച്ചിട്ട് എന്തോ യൂട്യൂബിൽ നോക്കിയിട്ട് സ്പെഷ്യൽ ഉണ്ടാക്കുന്ന തിരക്കിലാണ്ടോ, എന്താവോ എന്തോ ഒന്നും അറിയില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് മമ്പയർ പുഴുങ്ങിയതും കൂടി ഉണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സോയാബീനും കൂടി ഉണ്ടായിരുന്നു. സംഭവം അടിപൊളിയാണ്, കുറച്ച് എരിവ് കൂടുതലാണ്, പക്ഷേ അടിപൊളിയാട്ടോ. അപ്പോൾ ഇന്നത്തെ